നമുക്ക് ദുരൂഹ സാഹചര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമ ചാക്കോച്ചൻ്റെ ഓരോ പടം കഴിയുമ്പോഴും പുള്ളി വല്ലാണ്ടങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേയിൽ നിന്ന് ഡാർക്കിലേക്കൊക്കെ പോകുന്ന ചാക്കോച്ചനെ കാണാൻ കഴിയുന്നുണ്ട്. വാട്ട് എ പെർഫോമൻസ്! ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ചാക്കോച്ചൻ എന്ന പെർഫോമറിനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ആദ്യം തോന്നുന്നത്. ദിലീഷ് പോത്തൻ ഒരു കിടക്ക കൊണ്ട് കൊടുത്താൽ മതി മനുഷ്യന്. നേരെ നിന്ന് എണീറ്റ് നിന്ന് അഭിനയിച്ച് കാലും കൈയിട്ട് അടിച്ച് ബഹളം വെക്കണമെന്നൊന്നുമില്ല. മുഖം കൊണ്ട് അയാൾ ഭീതി വരുത്തും, മുഖം കൊണ്ട് അയാൾ സന്തോഷിപ്പിക്കും എന്നൊക്കെ തോന്നിപ്പോകുന്ന പെർഫോമൻസ്. ചിദംബരം ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഉണ്ടാവുന്ന ഗൗരവം, അയാളുടെ ക്യാരക്ടറിനോട് കൃത്യമായി 100% നീതി പുലർത്തുക. സച്ചിൻ ഗോപു അയാൾ വേഴ്സറ്റൈലാണ് എന്ന് തന്നെ പറയാനുള്ളത്. ബട്ട് എവിടെയൊക്കെയോ പുള്ളിയുടെ പഴയ ക്യാരക്ടേഴ്സിൻ്റെ ഷെയ്ഡ്സ് അടിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ ഹി വാസ് ട്രെമെൻഡസ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഹ്യൂമർ സെൻസ്, സറ്റാരിക്കൽ സെൻസ്, സ്ലാപ്സ്റ്റിക് സെൻസ്, ഐ ലവ് ദ ഫിലിം. നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ്. ഗംഭീരമായ പടം. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക്, നമ്മളതിനകത്ത് കയറുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വി ആർ ഇൻ ദാറ്റ് വേൾഡ്. അവരെ ആ ഒരു ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ രതീഷ് നമ്മളകത്ത് കയറ്റുന്നുണ്ട്. അതിനുശേഷം ജാഫർ ഇടുക്കി വരുന്നതായിക്കോട്ടെ. ജാഫർ ഇടുക്കിയൊക്കെ ഒരു എന്ത് ഈസിയായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ലൈക്ക് ഈസി ഫ്ലോ ആണ്. പുള്ളി അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല. അവിടെയുള്ള ഒരു നാട്ടുമ്പുറത്തുകാരൻ, അവിടെയുള്ള മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നോ, ബോഡി ലാംഗ്വേജ് അതുപോലെ പുള്ളി തണുപ്പ് കിട്ടുന്ന പോലെ അഭിനയിച്ചാൽ നമ്മളിവിടെ കിടന്ന് തണുക്കുന്ന പോലെ ഫീൽ കിട്ടും. അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. പെർഫോമൻസ് വെച്ച് അടിപൊളി. ആൻഡ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ എക്സെപ്റ്റ് ആ സുരേഷും സുമലതയും ഒരു ഹൃദയഹരിയായ പ്രണയത ഒഴിച്ചു നിർത്തിയ ബാക്കി പടങ്ങളെല്ലാം അടിപൊളിയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് തന്നെയാണ് ഈ പടം പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഭീരമായ പടം. ആൻഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ, ചാക്കോച്ചൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമൂഹം ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിയിൽ, സമൂഹമാണ് ഒരാളെ നല്ലവനാക്കുന്നതും മാവോയിസ്റ്റ് ആക്കുന്നതോ അല്ലെങ്കിൽ എന്തൊക്കെ ആക്കിയാലോ അത് സമൂഹമാണ് എന്ന രീതിയിലുള്ള ഈ സ്റ്റോറി ലൈൻ നമ്മൾ മുന്നേയും കേട്ടിട്ടുണ്ട്. ഇത് പഴയ സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അത് പുതുമയായിട്ട് കൊണ്ടുവരുന്ന രീതി, നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ തോന്നുന്നത്. വൺ ലൈൻ ആലോചിക്കുമ്പോൾ ഇത് തന്നെയല്ലേ വൺ ലൈൻ. പക്ഷെ അങ്ങനെ ഒരു ഫീല് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത് അതൊരു ക്രാഫ്റ്റ്സ്മാൻ്റെ കലയാണ്, അത് രതീഷിൻ്റെ കലയാണ്. അത് രതീഷ് അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ഡോൺ വിൻസെൻ്റ് ആ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി ബീജിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബീജിയം കൊണ്ട് അമ്മാനമാടുന്ന സിനിമയല്ല. പാട്ടുകൾ വാസ് നൈസ്. ഐ ലവ് ദ സോങ്സ്. എല്ലാം രസമുണ്ടായിരുന്നു. അതിനകത്ത് സട്ടയർ പറയേണ്ട മൂവ്മെൻറ്റിൽ സട്ടയർ നമുക്ക് അടിച്ചിരിക്കും. ഇതിനകത്ത് ഹ്യൂമർ ആണെങ്കിൽ അത് ഹ്യൂമർ അടിച്ചിരിക്കും. എക്സ്ട്രീം ഡാർക്ക് സട്ടയേഴ്സ് വരെയുണ്ട് ഈ പടത്തിനകത്ത്. അതുകൊണ്ട് വളരെ ഡാർക്ക് സട്ടയേഴ്സ് വരെയുണ്ട്. അതൊക്കെ കൃത്യമായി കണക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഓവർജോ ആയിട്ട് സിനിമ ആയിട്ട് തോന്നിയത്. ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉദയ പിക്ചേഴ്സും കൂടിയുണ്ട്. കുഞ്ചാക്കോ ബോബനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കൃത്യമായ സെലക്ഷൻ. ബെസ്റ്റ് മൂവി ടു കീപ്പ് യുവർ മണി ഇൻ എന്ന് തോന്നിപ്പോയ രീതിയിലാണ് വന്നത്. അർജുൻ സേതുവാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഒന്നാമത് ഇതിൻ്റെ വിഷ്വൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ലോകത്തേക്ക് വരണമെങ്കിൽ ആ വിഷ്വൽസ് നമ്മൾ അകത്ത് കയറ്റിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ഇന്നായി കഴിഞ്ഞാൽ ഇന്നാണ്. ഇപ്പം ഞാൻ ജീവിക്കുന്ന പശ്ചാത്തലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലോകമാണ് ഞാൻ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആ ലോകത്തിലേക്ക് വരണമെങ്കിൽ അതെനിക്ക് പുതുമയാണ്. ആ ന്യൂ വേൾഡിനുള്ളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ സിനിമാറ്റോഗ്രാഫറിൻ്റെ റോൾ എത്ര പ്രധാനമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഹി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ്. അകത്തോട്ട് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഈ സിനിമയുടെ ദൈർഘ്യം 2.25 മണിക്കൂറുണ്ട്. ആ 2.25 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. മൊത്തത്തിൽ ആ 2.25 മണിക്കൂർ അതിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റിലെ ഫൈറ്റ് ഏകദേശം 1 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു സിംഗിൾ ഷോട്ട് സീക്വൻസ് ഉണ്ട്. നൈസ്, വെരി നൈസ്. ബ്രൂട്ടൽ എന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു, അതോടൊപ്പം ഗ്രൗണ്ടഡ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്ത ഒരു അടിപൊളി ഫൈറ്റ് സീക്വൻസ് കാണാൻ പറ്റി എന്നതും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ ഡ്യുവോ സൂപ്പർ. ലൈക്ക് അവർ തമ്മിലുള്ള കെമിസ്ട്രി, ഡയലോഗ്സ്. എനിക്ക് ഡയലോഗ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ജെം ഓഫ് എ ഡയലോഗ്സ്. അതായത് കുറിക്ക് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്, ഒരു തരത്തിൽ നാടകീയതയില്ല, സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലുള്ള ഡയലോഗ്സ് എഴുതിയെടുക്കാൻ തന്നെ നല്ല പാടാണ്. അതിന് പ്രത്യേകമായ കല തന്നെയാണ്. അത് സൂപ്പർ, അത് പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ജാഫർ ഇടുക്കിയെ രതീഷ് ഉപയോഗിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കനകം കാമിനി കലഹത്തിൽ ജാഫർ ഇടുക്കിയെ യൂസ് ചെയ്തേക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ സ്പ്ലെൻഡിഡ് സാധനമാണ്. അതുപോലെ തന്നെ ജാഫർ ഇടുക്കി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. രതീഷ് യൂസ് ചെയ്തേക്കുന്ന രീതി ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡയറക്ടർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പം LJP ഒക്കെ ജാഫർ ഇടുക്കി യൂസ് ചെയ്തേക്കുന്ന രീതിയെ പോലെ വേറൊരു ഷെയ്ഡിൽ രതീഷ് ജാഫർ ഇടുക്കി യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടവും തോന്നിപ്പോയി.
എന്തായാലും ഐ ലവ് ദ ഫിലിം. ശരണ്യ ആർ നായരാണ് നായികയായി എത്തിയിരിക്കുന്നത്. ഷി ഹാസ് ഡൺ ഹർ ജോബ്, നല്ല രസത്തിൽ തന്നെ ചെയ്തേക്കുന്നു. സുധീഷിൻ്റെ ക്യാരക്ടറും പൊളി ക്യാരക്ടറാണ്. സുധീഷ് എനിക്ക് തോന്നുന്നു ആകെ കൂടെ മൊത്തത്തിൽ ഒരു 8 സീനുണ്ട്, പക്ഷേ സുധീഷ് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. സുധീഷിൻ്റെ ഹ്യൂമർ ടൈമിങ്ങും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, സുധീഷിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് വർക്കായതെന്നും കൂടി എടുത്ത് പറയേണ്ടത്. പിന്നെ സജിൻ ഗോപുവിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. സജിൻ ഗോപു ഒരു നായിക, എനിക്ക് തോന്നുന്നു അത് രതീഷിൻ്റെ ഭാര്യനെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊരു സീക്വൻസ് ഒരുക്കി വെച്ചേക്കുന്നവരുണ്ട്. അവിടെ തൊട്ട് ഈ പടം ഒരു കയറ്റമാണ്. അതായത് പുള്ളിക്കാരിയുടെ സീക്വൻസ് അവസാനിക്കുന്നത് വരെ വേറെ ലീഗിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തിരി ഗംഭീര സീക്വൻസ് ആയിരുന്നു. അത് സൂപ്പറാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടുപോകും. ഒരു ത്രില്ലർ ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് വരുന്നു. ബട്ട് ഐ വുഡ് സ്റ്റിൽ സേ ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവർക്കും വർക്കാവുന്ന രീതിയിലുള്ള സിനിമയായിരിക്കില്ല ഇത്. എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നിപ്പോവുകയും ചെയ്തു. സോ അതാണ് ഇറ്റ്സ് അബൌട്ട് ദുരൂഹ സാഹചര്യത്തിൽ. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. ഒരുപക്ഷെ എന്നിൽ നിന്ന് നേരെ വിപരീതമായ അഭിപ്രായമായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ അതേ അഭിപ്രായമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാ സിനിമകളും തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്നതാണ്. എന്തായാലും വിഷു റിലീസിനായി എത്തിയ 2 സിനിമകളിലൊന്നാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ, മറ്റൊന്ന് പള്ളിച്ചട്ടമ്പിയുമായിരുന്നു. സോ സിനിമ തിയേറ്ററിൽ പോയി കാണുക, വിലയിരുത്തുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.